പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. മിർസ അഫ്സൽ യൂനുസ് സക്കറിയ. പ്രിയ സുഹൃത്ത് സാദി ഇന്ത്യയുടെ 50ാം ജന്മദിനമാണിന്ന്. ഇന്ന് കോഴിക്കോട് കനിവ് തീരത്ത് വെച്ചിട്ട് അവിടെ ഒരു വൃദ്ധസദനം വൃദ്ധസദനത്തിൽ വെച്ചിട്ടായിരുന്നു ആ ഗംഭീര പ്രോഗ്രാം സാദി സെറ്റിട്ടത്. നമ്മുടെ മനാഫ്ക യൂട്യൂബർ ബാബ ഒരുപാട് യൂട്യൂബേഴ്സായിട്ട് കേരളത്തിൻ്റെ ഉള്ളിലുള്ള പലരും അവിടെ എത്തിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് പാണ്ടിക്കാട് വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ചെയ്യായിരുന്നു, കുടുംബക്കാരുടെ നിന്ന് ചെയ്യായിരുന്നു, സുഹൃത്തുക്കളിൽ നിന്ന് ചെയ്യായിരുന്നു. എന്തുകൊണ്ടാണ് സാദി ഈ ഒരു 50ാം ജന്മദിനം വളരെ ഗംഭീരമാക്കേണ്ടത്? ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ 50ാം ജന്മദിനം എന്തുകൊണ്ട് പ്രവാസിയായിരുന്ന സാദി ഇന്ന് പ്രവാസിയല്ല, ഇന്ന് യൂട്യൂബറാണ്, ഇൻസ്റ്റാഗ്രാമിലുണ്ട്, ഫേസ്ബുക്കിലുണ്ട്. സുഹൃത്ത് മിർസ അഫ്സൽ യൂനുസ് സക്കറിയ, അദ്ദേഹം വയനാടാണ്, ഒരു നല്ല യൂട്യൂബറാണ്. അദ്ദേഹത്തിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഫാമിലിയൊക്കെ കാണാറുണ്ട്. എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടപ്പെടാനുള്ള കാരണം ഇത് തന്നെയാണ്. വളരെ സൗമ്യമായ നല്ല രീതിയിലാണ് സംസാരം. ഞാനൊരു മനുഷ്യനെ പരിചയപ്പെടുമ്പോൾ പെട്ടെന്ന് അവരെ ക്യാച്ച് ചെയ്യും, അവരുടെ സ്വഭാവവും കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കും. എൻ്റെ എല്ലാ പ്രോഗ്രാംസും ഞാൻ നിങ്ങളെ വിളിക്കാറുണ്ട് അല്ലേ? ഓക്കെ, അദ്ദേഹം എനിക്ക് എൻ്റെ ഒരു സഹോദരനെ പോലെയാണ്. ഇന്നിവിടെ കോഴിക്കോട് കാപ്പാട് കനിവ് സ്നേഹതീരം, ഇവിടെ ഞങ്ങൾ 3ാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. ഇവിടെ ഏകദേശം 19ഓളം അച്ഛന്മാരും 21 അമ്മമാരാണ് ഉള്ളത്. അപ്പോൾ മക്കൾ ഉപേക്ഷിച്ചവരുണ്ട്, ആരാരും ഇല്ലാത്തവരുണ്ട്, പലതരത്തിലുള്ള ആളുകളാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് എൻ്റെ 50ാമത്തെ ബർത്ത്ഡേ ഇവിടെ വെച്ച് ആഘോഷിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഇതൊരു മെസ്സേജ് നമ്മൾ പബ്ലിക്കിന് കൊടുക്കുകയാണ് സമൂഹത്തിന്. നമ്മുടെ ബർത്ത്ഡേ, നമ്മുടെ മക്കളുടെ വിശേഷങ്ങൾ ഒക്കെ ഇതുപോലുള്ള ആരാരുമില്ലാത്ത സ്നേഹം കൊതിക്കുന്ന അമ്മമാരുടെ കൂടെ അച്ഛന്മാരുടെ കൂടെ നടത്തുമ്പോൾ അത് നമ്മളെ വളർന്നു വരുന്ന തലമുറക്ക് ഒരു മാതൃകയാണ്. കാരണം നമ്മുടെ വീട്ടിലൊരു കേക്ക് മുറിച്ച് ആഘോഷിക്കുകയാണെങ്കിൽ ചിലവ് വളരെ കുറവായിരിക്കും. പക്ഷേ ഇതുപോലുള്ള അഗതി മന്ദിരങ്ങളിൽ വന്ന് നമ്മൾ ചെയ്യുമ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. എനിക്കൊരു വാക്കിലൂടെ എക്സ്പ്രസ് ചെയ്യാൻ കഴിയില്ല, നമ്മൾ അനുഭവിച്ച് അറിയുമ്പോഴേ ഉള്ളൂ. നിങ്ങൾക്ക് ഫീൽ ചെയ്തില്ല അത്? കാരണം ആരാരുമില്ലാത്ത ഒരുപാട് ആളുകൾ അവിടെ നമ്മൾ കൂടുന്നു, അവരെ കൂടെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു, പാട്ട് പാടുന്നു, ഇൻട്രാക്ട് ചെയ്യുന്നു. അവർക്ക് നമ്മൾ പോകുന്നത് വരെ ആരൊക്കെ ഉണ്ട് എന്നൊരു തോന്നലാണ്. അപ്പോൾ നമ്മളൊരു ഉദ്ദേശം പറഞ്ഞാൽ അവർക്കൊരു സാന്ത്വനം പകരുക, സമാധാനം കൊടുക്കുക. അതിലുപരി ഇപ്പോൾ നമ്മുടെ ഈ ഒരു സൽപ്രവൃത്തി കണ്ടിട്ട് നമ്മുടെ മക്കളും ഇതുപോലെ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ സാദിയെ പരിചയപ്പെട്ടത് ഒരു 2 വർഷം ആയി തോന്നുന്നത്, പാണ്ടിക്കാട് വെച്ച്. അന്ന് ഫേസ്ബുക്കിൽ കൂടി ഞാനും എൻ്റെ വൈഫും കുറച്ച് വീഡിയോസൊക്കെ ഇടും. അപ്പോൾ കുറച്ച് നെഗറ്റീവ് കമൻറ്റൊക്കെ വരും. അന്നൊരു എൻ്റെ മെസ്സഞ്ചറിൽ വന്നിട്ട്, മിർസ അതൊന്നും നോക്കണ്ട, അതൊക്കെ സ്വാഭാവികമാണ്, മുന്നോട്ട് ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ ഞാനൊരിക്കൽ മലപ്പുറത്തേക്ക് പോകുമ്പോൾ മെസ്സഞ്ചറിൽ അന്ന് സാദി ഇൻസ്റ്റാഗ്രാമിലായിരുന്നു കൂടുതലായിട്ടും, ഞാൻ മലപ്പുറത്ത് വരുന്നുണ്ട് കാരണം എത്ര മണിക്കാണ്? അപ്പം 10 മണിക്കാണ്. അങ്ങനെ മലപ്പുറം ഏതായിരുന്നു ആ സ്റ്റേഡിയം? കോട്ടക്കുന്ന് പാർക്കിൽ ഞാൻ എത്തിയപ്പോൾ ഒരു മെസ്സേജ് വിട്ടു, പാണ്ടിക്കാട് നിന്നും ബുള്ളറ്റ് ഓടിച്ചു വന്നു. എൻ്റെ സുഹൃത്ത് ജനാർദ്ദൻ, പ്രവാസി യൂട്യൂബറാണ്. അദ്ദേഹത്തിന് എനിക്കും ഐസ്ക്രീം വാങ്ങിത്തന്നു, ചായ എന്തൊക്കെയൊക്കെ വാങ്ങിത്തന്ന് അവിടുന്ന് ഒരു വീഡിയോ ചെയ്തിട്ടാട്ടോ പോകുന്നത്. ഒരു ബന്ധവുമില്ലാത്ത സാദി, ഒരിക്കൽ പോലും കാണാത്ത സാദി, വയനാട്ടുകാരനായ ഒന്നുമല്ലാത്ത സീറോ എന്നെ അവിടെ വന്ന് കണ്ടു. എന്തുകൊണ്ട് കണ്ടു? അതാണ് സാദിയിലൊരു നന്മ, സാദിയിലൊരു മനസ്സുണ്ട്. കേരളത്തിലെ പല സ്ഥലങ്ങളിലും വൃദ്ധസദനങ്ങളിൽ പോലുള്ളിടത്ത് കുറച്ചൊരു കൂട്ടായ്മ, അവർ നേരിട്ട് ചെന്നിട്ട് അവർക്ക് വേണ്ട ഭക്ഷണം, അവർക്ക് വേണ്ട പരിചരണമൊക്കെ കൊടുക്കുക. അങ്ങനെ ഞാൻ സാദിയോട് പറഞ്ഞു ഒരിക്കൽ, സാദി വയനാട്ടിലുണ്ട് ഒരു അനാഥാലയം, അമ്പലവയലിൽ, കുറച്ച് വളരെ ഒരു താഴ്ന്ന നിലയിലില്ല, അവിടെ ജസ്റ്റ് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ പറ്റുമോ? ഓക്കെ, ഡേറ്റ് ഫിക്സ് ചെയ്തോളൂ, ഡേറ്റ് പറയുന്നത് എത്ര എമൗണ്ട് പറഞ്ഞോളൂ. സാദി വന്നു. അന്ന് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ സാദി ഇതുപോലുള്ള കാര്യങ്ങൾ, പ്രവാസിയായിട്ട് പ്രവാസ ജീവിതം കഴിഞ്ഞ് ഷോപ്പുകളുണ്ടായിരുന്നു, ഷോപ്പൊക്കെ ക്ലോസ് ചെയ്ത് ഫുൾ ടൈം ഹാർഡ് വർക്കായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നടക്കും, പ്രത്യേകിച്ച് അനിമൽസുകളുമായിട്ടുള്ള വീഡിയോ, അത് ഞാൻ ചോദിക്കാം. അപ്പോൾ സാദിക്ക് ഇതുപോലുള്ളൊരു കാര്യങ്ങൾ ചെയ്യാൻ എവിടെ നിന്നാണ് ഒരു മോട്ടിവേഷൻ കിട്ടിയത്? അതായത് ഇതുപോലുള്ള കാര്യങ്ങൾ ആരും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. കാരണം ഇപ്പോൾ 50ാം വാർഷികം പോലും ഒരു അനാഥ മന്ദിരത്തിൽ. അപ്പോൾ സാദിക്ക് ഇതിലൊരു മോട്ടിവേഷൻ കിട്ടിയതെന്ന് പറയുകയാണെങ്കിൽ, ചോദ്യം നീണ്ടുപോയി പറഞ്ഞു. കുഴപ്പമില്ല, തീർച്ചയായിട്ടും നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമുക്കൊരു റോൾ മോഡൽ ഉണ്ടാവും. ഇങ്ങനെയുള്ള നന്മകൾ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത് തീർച്ചയായിട്ടും എൻ്റെ ഉമ്മച്ചിയാണ്. പ്രത്യേകിച്ച് ഞാൻ ഗൾഫിലൊക്കെ ആവുന്ന സമയത്ത് ഉപ്പാക്കൊക്കെ ഒരുപാട് ഡ്രസ്സുകൾ കൊടുന്നു കൊടുത്താലും ഇപ്പം ഒരു ഡ്രസ്സ് മാത്രം, ഒരു വെള്ള ഷർട്ട് മാത്രം അലക്കി തേച്ച് ഉപയോഗിക്കും. അപ്പോൾ ഞാൻ ചോദിച്ചു, ഉപ്പച്ചി എന്താ പുതിയ ഡ്രസ്സ് ഇടാത്തത്? അത് വേണ്ട, അത് പാവങ്ങൾക്ക് കൊടുക്കുക. അപ്പോൾ വീട്ടിൽ വരുന്ന ആർക്കെങ്കിലും അത് കൊടുക്കും. ഇപ്പം ഒരു ഷർട്ട്, അത് ഒരു മുണ്ട് തേച്ച് ഉപയോഗിക്കും. അപ്പം ഞാനതിന് നല്ലൊരു ഗുണപാഠം പഠിച്ചു. അതേപോലെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ചെറുപ്പത്തിലൊക്കെ ജീവിച്ചത്. എൻ്റെ ഉപ്പച്ചി എപ്പോഴും പറയും, നീ ഈ ഭൂമിയിലേക്ക് വന്നതിന് ശേഷമാണ് ഞങ്ങളുടെ പട്ടിണി അല്ലെങ്കിൽ ദാരിദ്ര്യമൊക്കെ മാറി കിട്ടിയത്. അതായത് എൻ്റെ പിറവിയോട് കൂടിയിട്ട് ആ വീട്ടിലെ ദാരിദ്ര്യം മാറി എന്നാണ് അവർ പറയുന്നത്. ഒരുപാട് അനുഗ്രഹങ്ങൾ വന്നു. ഉപ്പ ഈ കാട്ടിലൊക്കെ പോയിട്ട് പിന്നെ കരിയൊക്കെ ഉണ്ടാക്കും അല്ലേ, അതിൻ്റെയൊക്കെ ജോലിയായിരുന്നു ഉപ്പാക്ക്. അപ്പോൾ ഞാൻ ജനിച്ചതിന് ശേഷം ഉപ്പാൻ്റെ മഴ വെച്ചു എന്നാണ് പറയും ഉപ്പ. അപ്പോൾ അവർക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും ഓരോ കാര്യങ്ങൾ
എൻ്റെ ഉമ്മ എന്നോട് പറഞ്ഞിട്ടുള്ള നിൻ്റെ അടുത്ത് 100 രൂപ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് 75 രൂപ നീ അർഹതപ്പെട്ട കൊടുത്തിട്ട് 25 രൂപ നീ വെച്ചാൽ മതി എന്ന് പറയാം. അപ്പോൾ എൻ്റെ ഉമ്മച്ചി ഉപ്പച്ചിയാണ് ഈ ഒരു കാര്യത്തിന് എന്നെ മോട്ടീവായത്. അത് അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അതേപോലെ എൻ്റെ ഉപ്പച്ചിയും ഉമ്മച്ചിയും ഈ ഭൂമിയിലില്ല. അവർ മരിക്കുന്നത് വരെ ഒരു മക്കളെ എങ്ങനെയൊക്കെയാണ് നോക്കാൻ പറ്റുക നമ്മുടെ ഉപ്പച്ചിനും ഉമ്മച്ചിയും അത് എല്ലാ തലത്തിലും 100% പെർഫെക്റ്റ് ആയിട്ട് ഞാൻ അവർ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. ഹജ്ജ് ചെയ്യിപ്പിച്ചു, ഉംറ ചെയ്യിപ്പിച്ചു. ഒരു മകൻ എന്തെല്ലാം ചെയ്തു കൊടുക്കാൻ പറ്റും, അവർക്ക് വേണ്ട ഗിഫ്റ്റുകൾ, യാത്രകൾ എല്ലാം. എനിക്ക് അവരെ സ്നേഹിച്ച് കൊതി തീർന്നില്ല, അതിനു മുമ്പേ അവരെന്നിട്ട് പോയി. പക്ഷേ എൻ്റെ എല്ലാ പുണ്യപ്രവർത്തികൾക്കും കാരണം എൻ്റെ പാരൻസാണ്. സ്നേഹനിധികളായ ഒരു ഉപ്പക്കും ഉമ്മക്കും ജനിച്ച മോന് അതേപോലെ തന്നെ അതങ്ങനെ സംഭവിക്കുമോ? സാദിയുടെ ഒരൊറ്റ ചോദ്യം കൂടി, സാദിയുടെ ഫാമിലി അത് ആദ്യം ചോദിക്കേണ്ടായി വിട്ടുപോയി, ഒന്ന് പറയാം. തീർച്ചയായിട്ടും ഞങ്ങൾ 4 മക്കളാണ്. എനിക്ക് വലിയ സിസ്റ്റർ ഉണ്ട്, ചെറിയ സിസ്റ്റർ ഉണ്ട്. അവരെ കല്യാണം കഴിഞ്ഞു, മക്കളൊക്കെ ആയിട്ട് സുഖമായിട്ട് ജീവിക്കുന്നത്. കുറേ കാലം ഗൾഫിലായിരുന്നു, ഇപ്പോൾ നാട്ടിൽ സെറ്റിൽഡാണ്. പിന്നെ എനിക്കൊരു ബ്രദർ ഉണ്ട്, പുള്ളിക്കാരന് കുറേ കാലം ഗൾഫിലായിരുന്നു, ഇപ്പോൾ നാട്ടിലുണ്ട്. പിന്നെ ഞാനാണ് ഒന്ന്. ഞങ്ങൾ 4 മക്കൾ, 2 പെണ്ണ് 2 ആണ്. പിന്നെ എനിക്ക് വൈഫ്, 3 മക്കളാണ്. വലിയ മോളിപ്പോൾ ഹോമിയോ ഡോക്ടറായി, അൽഹംദുലില്ലാ. അവളിപ്പോൾ ഹൗസ് സർജൻസിയാണ്. ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവളെ കോഴ്സ് എല്ലാം കഴിഞ്ഞു. പിന്നെ എവിടെയെങ്കിലും ക്ലിനിക്കോ അല്ലെങ്കിൽ വർക്ക് ചെയ്യും. പിന്നെ രണ്ടാമത്തത് ഒരു മോനാണ്. ഓന് ഒരു സൈലൻ്റാണ്, എന്നെ പോലെ ഒരു ആക്റ്റീവ് അല്ല ആൾ. പുള്ളിക്കാരനെ ഡിഗ്രി കഴിഞ്ഞു, ഇപ്പോൾ PSC കോച്ചിങ്ങിന് പോകുന്നുണ്ട്. അതോടൊപ്പം PG ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ മൂന്നാമതൊരു കുട്ടിയുണ്ട്, സഫ സാദി. അവൾ വളരെ സ്മാർട്ടാണ്. അവൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. പൈലറ്റാണെന്നൊക്കെ പറയുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാം, അവളുടെ ആഗ്രഹങ്ങൾ സാധിക്കട്ടെ. അതുപോലെ തന്നെ സാദി, ഇന്ന് ഞാനവിടെ കനിവ് സ്നേഹതീരം സാദിയുടെ 50ാം ജന്മദിനത്തിന് കണ്ടൊരു കാഴ്ച എന്നെ അത്ഭുതപ്പെടുത്തിയ കാഴ്ച. പെട്ടെന്ന് ഒരു സഹോദരിക്ക് വീടില്ല, ഭർത്താവില്ല, 2 പെൺകുട്ടികൾ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു വീടിന് വേണ്ടിയിട്ട് പെട്ടെന്ന് സാദി ഒരു 1500 റുപ്യ എടുത്തു കൊടുത്തിട്ട് അവിടെ എല്ലാവരോട് ഉള്ള സഹായം ചെയ്യാൻ പറയുന്നത് പെട്ടെന്നൊരു 10,000-16,000 രൂപ കിട്ടുന്നത്. ഇതെങ്ങനെ ഇത്ര പെട്ടെന്ന് ടെക്നിക്ക്? അതായത് എന്താ വെച്ചാൽ ഞാൻ എപ്പോഴും പറയുന്നത്, ഇപ്പോൾ നിങ്ങളൊരു വ്യക്തി എന്നുള്ളത് ഒരു വ്യക്തി വിചാരിച്ചാൽ ഈ ദുനിയാവിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, ഞാൻ നിങ്ങളെ ഇങ്ങനെ പ്രസ് ചെയ്ത് തള്ളുകയാണെങ്കിൽ നിങ്ങൾ മറിഞ്ഞു പോകും. നേരെ മറിച്ച് കൂട്ടായിട്ട് ഇങ്ങനെ പിടിച്ച് നമ്മളൊരു 4-5 ആളുകൾ നിൽക്കുകയാണെങ്കിൽ വളരെ സ്ട്രോങ് ആയിരിക്കും. ഒരു മഴ വന്നാലും ഓടി വന്നാലും നമ്മൾ പെട്ടെന്നൊന്നും പറ്റില്ല, സ്ട്രോങ് ആണ്. അപ്പോൾ അവിടെ നമ്മൾ കാണിക്കുന്നത് എന്താ വെച്ചാൽ ഒരാൾക്ക് ചെയ്യുന്നതിന് പല ലിമിറ്റേഷനും ഉണ്ട്. പക്ഷേ ഒരു പറ്റം ആളുകൾ കൂടി നമ്മുടെ സമൂഹത്തിൽ ഒറ്റപ്പെട്ട ആളുകളെ ചേർത്ത് പിടിക്കുകയാണെങ്കിൽ അവരെ കണ്ണീരൊപ്പം വളരെ സിമ്പിളായിട്ട് പറ്റും. ഇതിനു മുമ്പ് ഞാൻ പല നന്മകളും ഇതുപോലെ ചെയ്തിട്ടുണ്ട്. പണ്ടത്തെ ഒരു നന്മയാണ് 2000 പേർ ചേർന്ന് 2500 രൂപ, 50 ലക്ഷം ആർക്കും ഒരു ഭാരമാകില്ല. ഇതിലൂടെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് എന്താ വെച്ചാൽ ഒരാൾ ചെയ്യുമ്പോൾ ഒരു ലിമിറ്റേഷൻ ഉണ്ട്, ഒരുപാട് ആളുകൾ ചെയ്യുമ്പോൾ വളരെ സിമ്പിളാണ്. ഒരു മിനിറ്റ്, അറിയാത്ത പ്രേക്ഷകർക്കായിട്ട് അന്ന് സംഘടിപ്പിച്ച ആ ഒരു 2000 രൂപയുടെ അതൊന്ന് ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ. അത് നമ്മൾ ദുബായിലുള്ള കാലത്താണ്. അബുദാബി ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കിടക്കുന്ന കടക്കൽ സ്വദേശി സന്തോഷ്. അത് കുറേ മുമ്പിൽ 2015 കാലഘട്ടത്തിലാണ്. അന്ന് നമ്മൾ ഇതേപോലെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ആ ഒരു തുക സമാഹരിച്ച് അവർക്ക് കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ അതൊരു ഉദാഹരണം മാത്രം പറയാം. അങ്ങനെ എത്രയോ നമ്മൾ ഇപ്പോൾ പാലക്കാട് ഒരു വീട് വെച്ച് കൊടുത്തു, ഇതേപോലെ സ്നേഹ വീട്, അതും ഇതേപോലെ സമാഹരിച്ചിട്ട് അന്ന് എൻ്റെ കയ്യിൽ നിന്നാണ് 50,000 ഞാൻ ഫസ്റ്റിലിറക്കിയത്. ഇപ്പം മറ്റുള്ളവർ ചെയ്യുന്ന പോലത്തെ ഒരു ചാരിറ്റി എനിക്ക് ഇഷ്ടമല്ല. എന്ന് വെച്ചാൽ മറ്റുള്ളവർ കൊണ്ട് ചെയ്യിപ്പിക്കുക, ആ പറയുന്ന ആളൊന്നും ചെയ്യാതിരിക്കുക, ദാറ്റ് ഈസ് നോട്ട് മൈ വേ. നമ്മൾ ആദ്യം ഒരു ചാരിറ്റി ഇനീഷ്യേറ്റീവ് എടുത്ത് ചെയ്യുമ്പോൾ നമ്മളതിലേക്ക് ഫണ്ട് ഇറക്കണം. അതായത് ഞാനാണ് മാതൃകയാക്കേണ്ടത്. ഇപ്പം ഈ കുട്ടികളെ കഥ പറയുകയാണെങ്കിൽ അവരൊരു യൂട്യൂബേഴ്സിൻ്റെ ഫാമിലി മീറ്റിൽ നിന്ന് ഞാൻ പരിചയപ്പെടുന്നു. അന്ന് ഈ കുട്ടികളെ കഥ കേട്ടപ്പോൾ എൻ്റെ ഉറക്കം പോയി. കാരണം അവരെൻ്റെ മക്കളായിട്ട് ഞാൻ സങ്കല്പിച്ചു. അവർക്ക് അന്തി ഉറങ്ങാൻ വീടില്ല, ഭക്ഷണം കഴിക്കാനില്ല, ആരാരും ഇല്ല, മരണത്തിൻ്റെ വക്കിലാണെന്ന് അറിയുമ്പോൾ എൻ്റെ ഉറക്കം സത്യം പറയാൻ നഷ്ടമായി. ഞാൻ അന്ന് സ്വപ്നം കാണാൻ നടത്തിയത് അവർക്ക് എങ്ങനെ ഒരു 3.25 സെൻറ്റ് സ്ഥലം കിട്ടും. ഞാൻ എൻ്റെ കൂട്ടുകാരൊക്കെ വിളിച്ചു, 100 ഏക്കറിൽ ഒരു 50 ഏക്കർ. എല്ലാവരും പറയുന്ന ഒരേ ഒരു കാര്യമാണ്, ഞങ്ങൾ പ്രാർത്ഥിക്കാം, ആരും തരാൻ തയ്യാറല്ല. പക്ഷെ ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് അവരെ ചേർത്ത് പിടിക്കാൻ തയ്യാറായി. ഞാൻ അവർക്ക് വാക്ക് കൊടുത്തു, അഥവാ നിങ്ങൾ വീട് വിട്ടിറങ്ങേണ്ട ഒരു അവസ്ഥ വരികയാണെങ്കിൽ ഫൈനലി നിങ്ങൾ എന്നെ വിളിക്കുക, എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കും. ഞാൻ അങ്ങനെ പറയുമ്പോൾ വെറുതെ ഞാൻ പറയില്ല, എന്നെക്കൊണ്ട് പറ്റുമെങ്കിൽ മാത്രമേ പറയുള്ളൂ. ഞാൻ എന്തെങ്കിലും ചെയ്തിട്ട് അത് ചെയ്തു കൊടുക്കും. അതാണ് എൻ്റെ ചരിത്രം. അറിയുന്നവർക്ക് അറിയാം, അറിയാത്തവർക്ക്. അവിടെ ഒന്നാമതെന്ന് വെച്ചാൽ എനിക്കൊരാളെ ഞാനൊരു പുണ്യപ്രവൃത്തി ചെയ്യുമ്പോൾ എൻ്റെ വീട്ടുകാർ പറയാൻ ചെയ്യേണ്ട, അല്ലെങ്കിൽ വൈഫ് പറയാം, മക്കൾ പറയാം, അതൊന്നും ഞാൻ ചെവിക്കൊള്ളൂല. എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു വിഷൻ ഉണ്ട്. എനിക്ക് ശരി തോന്നുന്ന കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നത്. എൻ്റെ ശരികൾ ചിലപ്പോൾ നിങ്ങൾക്ക് തെറ്റായിട്ട് തോന്നാം, പക്ഷേ ഞാൻ എൻ്റെ ശരികളിലൂടെ സഞ്ചരിക്കുകയാണ്. എനിക്കൊന്നാണ് എല്ലാവരോടും പറയാനുള്ളത്, നമ്മളെ ശരികളായിട്ട് സഞ്ചരിക്കുക, നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മൾ ജീവിക്കുക. പക്ഷേ നമ്മൾ മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യാത്ത രീതിയിൽ നമുക്ക് ജീവിച്ചു പോവാം. എനിക്ക് എല്ലാവരോടും പറയാനുള്ള ഈ ദുനിയാവിൽ നമ്മളെല്ലാവരും ഉള്ളവരില്ലാത്തവർ കൊടുക്കുകയാണെങ്കിൽ ഭൂമിയിൽ തെരഞ്ഞു പോയാൽ ഒരു പട്ടിണി പാവം പോലും ഉണ്ടാവില്ല. അത്രയും സിമ്പിളാണ് അത്. ഈ ചാരിറ്റി എന്ന് പറഞ്ഞാൽ അത്രയും സിമ്പിളാണ്. നിങ്ങൾ കരുതുന്നുണ്ട് അപ്പോൾ ആ ഒരു സഹോദരി അവരെ ഔദാര്യമല്ലത്, അവരെ അവകാശമാണ്. അവർ ഒറ്റപ്പെട്ടു പോയി ദുനിയാവിൽ. പക്ഷേ അള്ളാഹു നമ്മളോട്, ദൈവം തമ്പുരാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കണം. ഇപ്പോൾ യൂനിസിനറിയാലോ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച ആളാണ്. വീടില്ലാതെ ഒരുപാട് ആളുകൾ പരിഹസിച്ചു, ഇപ്പോഴും നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ?
പക്ഷെ ആരെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു താങ്ങും നല്ലതായിട്ട് വന്നിട്ടുണ്ടാവും. നിങ്ങൾക്ക് മറക്കാനാവാത്ത ഒരുപാട് മുഖങ്ങളുണ്ടാവും. അപ്പോൾ ഞാൻ പറയുന്നത്, ഞാൻ ചെയ്യുന്ന ചെറിയൊരു സിമ്പിൾ കാര്യമാണ്. പക്ഷേ ഞാൻ ചെയ്യുന്നത് കണ്ടിട്ട് ചിലപ്പോൾ എൻ്റെ സുഹൃത്ത് സുധീറിനെ ചെയ്യാൻ പറ്റും, യൂനിസിനെ ചെയ്യാൻ പറ്റും. ഇന്ന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കാപ്പാടുള്ള കോഴിക്കോടുകാരനായ മനാഫ് പോലെ ആദ്യമായിട്ടാണ് കനിവ് സ്നേഹതീരം കാണുന്നത്. ഈ സാദി ഇന്ത്യയിലൂടെ മനസ്സിലായി. അവർ കോഴിക്കോടാണ്, പക്ഷെ കണ്ടിട്ടില്ല. നിങ്ങൾ വയനാടാണ്, നിങ്ങൾക്ക് ഞാൻ കാണിച്ചിരുന്നു. ശരിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു നടന്നു പോകുന്നു, ഒരു പാത വെട്ടിത്തെളിക്കുന്നു, അതിലേക്ക് നമ്മൾ ഒരുപാട് നല്ല ആളുകളെ കൊണ്ടുവരുന്നു, നല്ല മാർഗം കാണിച്ചു കൊടുക്കുന്നു, സഞ്ചരിക്കുന്നു. അത്രേ ഉള്ളൂ, സിമ്പിൾ. 16,200 രൂപ നമ്മൾ സമാഹരിച്ച് 10 മിനിറ്റ് കൊണ്ടാണ്. അതിലും വലിയൊരു നേട്ടമായിട്ട് എനിക്ക് തോന്നിയത്, ആ വേദിയിൽ വെച്ചിട്ട് ആ ഒരു സഹോദരിക്ക് ഒരു വീടാകുന്നത് വരെ 5 പൈസ വാടകയില്ലാതെ താമസിക്കാൻ മനാഫിന്റെ കാപ്പാടില്ല 25 സെന്റ് സ്ഥലം വീട് കോഴിക്കോടുള്ളത് ആ വേദിയിൽ വെച്ചിട്ട് ഒഴിഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞു. അതൊരു ചില്ലറ കാര്യമൊന്നുമല്ല. ആര് ചെയ്യാൻ പറ്റും? അതാ ഞാൻ പറഞ്ഞത്, ആര് ചെയ്യും? കൂട്ടായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് പറ്റുമെന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ തനിച്ച് അവരെ ചെയ്യുകയാണെങ്കിൽ ഒന്നും പറ്റില്ല. ഞാൻ അത് അനൗൺസ് ചെയ്തു, അദ്ദേഹത്തിന്റെ മനസ്സലിഞ്ഞു. മനസ്സിലായോ? ആ സ്പോട്ടിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ പറയുന്നത്, നിങ്ങൾക്കൊരു വീടാവുന്നത് വരെ എൻ്റെ വീട്ടിൽ താമസിച്ചോളൂ, 5 പൈസ വാടക വേണ്ട. അത് നല്ല മനസ്സുകൾക്ക് മാത്രമേ സാധ്യമാവുള്ളൂ, സാധാരണക്കാർക്ക് പറ്റില്ല. അതിനൊരു ശുദ്ധമായ ഹൃദയം വേണം. ഈ വേദിയിൽ ചോദിക്കാതിരിക്കാൻ പറ്റൂല ഒരിക്കലും. കാരണം ഞാൻ നിരവധി വീഡിയോകൾ സാദിയോടത് കണ്ടിട്ടുള്ളത് ആനിമൽസുമായിട്ടുള്ളതാണ്. ആനയായാലും പട്ടിയായാലും പൂച്ചയായാലും റോഡരികിൽ കൂടി ഒരു പട്ടി വിശന്ന് പോകുന്നത് കണ്ടാൽ, കാലൊടിഞ്ഞു പോകുന്നത് കണ്ടാൽ, സാദി ഒരു യാത്ര ചെയ്യുകയാണെങ്കിൽ വണ്ടി അവിടെ നിർത്തിയിട്ട് അതിൻ്റെ കാല് കെട്ടി കൊടുത്തിട്ട് അതിൻ്റെ കുപ്പി വെള്ളം കൊടുത്ത് 2 ബിസ്ക്കറ്റ് കൊടുത്തിട്ട് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതേക്കുറിച്ച് കൂടി ഒന്ന് പറയണം. ഈ അനിമൽസ് ചാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭൂമിയിലുള്ള സഹജീവികളോട് നാം കരുണ കാണിച്ചാൽ ആകാശത്തുള്ളവൻ നമ്മോട് കരുണ കാണിക്കുന്നതാണ്. അതായത് ഈ മിണ്ടാപ്രാണികളൊക്കെ ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. ദൈവം ഒന്നിനെയും ഈ ഭൂമിയിലേക്ക് ഒരു പ്ലാനിങ് ഇല്ലാതെ പടച്ചുവിടില്ല. ഓരോ ജീവജാലങ്ങളും മനുഷ്യൻ്റെ ജീവിതത്തിന് അനുകൂലമായിട്ടാണ്. പക്ഷെ മനുഷ്യർ അവർ ഓരോ കാരണങ്ങൾ പറഞ്ഞ് മാറ്റി നിർത്തുകയാണ്. ഇപ്പോൾ ഒരു മനുഷ്യ കുഞ്ഞിനാണെങ്കിൽ വിശന്നാല് ദാഹിച്ചു കഴിഞ്ഞാൽ ചോദിച്ച് വാങ്ങിക്കാൻ അറിയാം. പക്ഷെ ഇവർക്ക് അറിയില്ല. ഇവർ നമ്മളെ വീടിന് മുമ്പിൽ വന്ന് കരയുമ്പോൾ നമ്മളിവിടെ കല്ലെടുത്തെറിയും, ആട്ടി ഓടിക്കും. അത് മഹാപാതകമാണ്, പാവാണ്. പക്ഷെ എനിക്ക് ജീവിതത്തിൽ ഏറ്റവും വിശ്വാസം സ്നേഹമുള്ളത് മിണ്ടാപ്രാണികളോടാണ്. ഈ മിണ്ടാപ്രാണികളാകുമ്പോൾ നമ്മളെ ചതിക്കൂല, ഇട്ടേച്ച് പോവില്ല. മനുഷ്യരാകുമ്പോൾ നമ്മുടെ കൂടെ കൂടും, സ്നേഹിക്കും ഒരുപാട്. പിന്നെ എന്തെങ്കിലും ചെറിയ മൈനോട്ട് പോയിന്റ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇട്ടേച്ച് പോവുകയും ചെയ്യും, നമ്മുടെ കുറ്റങ്ങൾ മറ്റുള്ളവരോട് പറയുകയും ചെയ്യും. പക്ഷേ മിണ്ടാപ്രാണികൾക്ക് അതില്ല, അവർക്ക് ആ വികാരമില്ല. ഒരു ദിവസം നമ്മൾ ഒരു വർഷത്തിൽ ഒരു ദിവസം നമ്മൾ അവർക്ക് ഫുഡ് കൊടുത്താൽ ജീവിതകാലം മുഴുവൻ അവർ നമ്മളെ മറക്കൂല. ഒരുപാട് സന്തോഷം സാദി, നിൻ്റെ വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി കുറച്ച് നേരം. എന്തായാലും ഞാൻ ഈ വീഡിയോ പബ്ലിക്കിലേക്ക് കൊടുക്കും കേട്ടോ. എന്തായാലും വണ്ടിയിലിപ്പോൾ ദൂര സ്ഥലങ്ങളിൽ നിന്ന് വന്നവരൊക്കെ റെഡിയായി നിൽക്കുന്നുണ്ട്, പോകാൻ വേണ്ടി, തിരിച്ചു പോകാൻ വേണ്ടി ബീച്ചിലേക്ക് വന്നാണ് ഇപ്പോൾ. അപ്പോൾ ഇനി ഡ്രീം എന്താണ്, മോഹം എന്താണ്? 50 വയസ്സ് കഴിഞ്ഞിട്ട് അപ്പുറത്തേക്കുള്ള ഒരു ഉദ്ദേശം ഉണ്ടാവുമല്ലോ, ഒരു ലക്ഷ്യം ഉണ്ടാവുമല്ലോ, ആയുസ്സുള്ളിടത്തോളം കാലം. അതുകൊണ്ട് പറയുകയാണെങ്കിൽ എൻ്റെ ഏറ്റവും വലിയ ഡ്രീം എന്താണെന്ന് വെച്ചാൽ, ഇനി ജീവിതത്തിൻ്റെ പാതിയും കഴിഞ്ഞു, ബാക്കിയുള്ള ശിഷ്ടകാലം എത്രയെന്ന് അറിയില്ല. ചിലപ്പോൾ അത് 20 വർഷമാകാം, 10 വർഷമാകാം. എനിക്കൊരു സ്വപ്നം എന്ന് പറഞ്ഞാൽ 100 വയസ്സ് വരെ ജീവിക്കണം എന്നാണ്. ചിലപ്പോൾ അതിമോഹമായിരിക്കാം, അള്ളാഹു തരികയാണെങ്കിൽ തീർച്ചയായിട്ടും. ഈ 100 വർഷം ജീവിക്കുമ്പോൾ വെറുതെ ഒരു ജീവിതമല്ല. ഭീരുക്കൾ ഒരുപാട് തവണ മരിക്കുന്നുണ്ട്. പക്ഷെ ധീരതയുള്ള ഒരാൾ ഒറ്റ പ്രാവശ്യം ജീവിതത്തിൽ മരിക്കുള്ളൂ. മറ്റൊരു ജീവിച്ചിട്ട് പോകുമ്പോഴത്തേ മരിക്കുകയാണ്. അവരെ ആഗ്രഹങ്ങളൊക്കെ കുഴിച്ചു മൂടി അവർ ആർക്കോ വേണ്ടി പേടിച്ച് ജീവിക്കുക. എന്നെ സംബന്ധിച്ച് എൻ്റെ ഓരോ സെക്കൻഡുകളും ഞാൻ ആസ്വദിച്ച് ജീവിക്കുന്ന ആളാണ്. അത് കലാപരമായിട്ടാണെങ്കിലും, മ്യൂസിക് ആണെങ്കിലും, പാട്ടാണെങ്കിലും, ഡാൻസ് ആണെങ്കിലും, ഷോർട്ട് ഫിലിം ആണെങ്കിലും. എനിക്ക് എന്താണ് ആഗ്രഹം? എനിക്കിപ്പോൾ ഇന്നൊരാളെ കാണാൻ പോകണം, ഞാൻ കാണാൻ പോകും. ഒരു മിണ്ടാപ്രാണിക്ക് ഭക്ഷണം കൊടുക്കണം, അത് ആര് എതിർത്ത് കഴിഞ്ഞാൽ ഞാൻ ചെയ്യും. അതെൻ്റെ ഒരു പോളിസി, ഓൺ പോളിസിയാണ്. അപ്പോൾ ഇനിയുള്ള ജീവിത ശിഷ്ടകാലം മക്കൾക്ക് വേണ്ട വിദ്യാഭ്യാസം കൊടുക്കുക, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക. അതോടൊപ്പം ദൈവം തമ്പുരാൻ നമുക്ക് ഒരുപാട് ഇങ്ങനെ, പ്രകൃതി വിശാലമാണ്, ഒരുപാട് രാജ്യങ്ങൾ, പറ്റുന്നത്ര രാജ്യങ്ങളൊക്കെ പോയി കാണുക, നല്ല കാര്യങ്ങൾ ചെയ്യുക എവിടെ പോയാലും. പണ്ട് ഞാൻ ഗൾഫ് രാജ്യങ്ങളിലെ പണ്ടത്തെ, ഇപ്പം നമ്മൾ കണ്ട ആടുജീവിതം ഞാൻ അന്ന് കണ്ടതാണ്, വർഷങ്ങൾക്ക് മുമ്പ്. ഈ ഖത്തർ, ദുബായ്, അബുദാബി മരുഭൂമിയിൽ പോയിട്ട് ഞാൻ ഡിസേർട്ട് ചാരിറ്റി ചെയ്ത ആളാണ്. ഇതേപോലെ അരിയും പച്ചക്കറികളൊക്കെ വാങ്ങിച്ച് കൊണ്ടുപോയി ഈ മരുഭൂമിയിൽ ആടുജീവിതം നയിക്കുന്ന ആളുകൾക്ക് ഭക്ഷണം എത്തിച്ചിരുന്ന ആളാണ് അന്നത്തെ കാലത്ത്. അതിൻ്റെ വീഡിയോസൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുണ്ട്. ഞാൻ പറയുന്നത് വെച്ചാൽ, അന്നത്തെ കാലത്ത് ആദ്യ കാലഘട്ടങ്ങളിൽ ഈ ഫിറോസ് കുന്നംപറമ്പിലൊക്കെ ചെയ്യുന്നതിന് മുമ്പ് സോഷ്യൽ മീഡിയയിൽ ചാരിറ്റി തുടങ്ങിയ ആളാണ്. പിന്നെ എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ഫേമസ് ആവാത്തത് വെച്ചാൽ, നമുക്ക് ഈ ഒരു നെഗറ്റീവ് വരുന്ന രീതിയിലുള്ള ഒരു ചാരിറ്റിക്ക് നമ്മൾ പോയില്ല. പണപ്പിരിവ് നടത്തുക, എൻ്റെ ഒരു അക്കൗണ്ട് നമ്പറും പബ്ലിക്കിൽ കാണാൻ പറ്റില്ല. നിങ്ങളുണ്ട് എവിടെയെങ്കിലും? അല്ലെങ്കിൽ ഈ അക്കൗണ്ടിലേക്ക് പൈസ വെക്കണം, നമ്മുടെ ഗൂഗിൾ പേ ഇതാണ്, ഒരിക്കലും ഇല്ല. നമ്മൾ സത്യസന്ധമായ രീതിയിൽ നമ്മളൊരു വിഹിതം എടുക്കുക, നമ്മളെ കൂടെ സ്നേഹം വീട്ടിലുള്ള ആളുകൾ സഹായിക്കുകയാണെങ്കിൽ അത് മാത്രം. പബ്ലിക്കൊന്നും ഒരു പൈസ പിരിച്ചിട്ട് ഇന്നേ അവരൊരു ചാരിറ്റി ഞാൻ തരില്ല. അപ്പോൾ അതുകൊണ്ട്
സോഷ്യൽ മീഡിയ തുടങ്ങിയ മുതൽ ചാരിറ്റി ചെയ്യുന്ന ആളാണ് ഞാൻ. സാദി ഇന്ത്യ അടിച്ചു നോക്കി അറിയാൻ പറ്റും, ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അന്ന് ചാരിറ്റി ഞാനൊക്കെ ചാരിറ്റി തുടങ്ങിയ കാലത്ത് ഒരു ഷീനാസ് സാനവാസ് പറഞ്ഞ ഒരാളുണ്ട് പെരുന്തൽമണ്ണ, അല്ല അതേപോലെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, അദ്ദേഹമാണ് ആദ്യം തുടങ്ങി വെക്കുന്നത് സോഷ്യൽ മീഡിയ ചാരിറ്റി ഒക്കെ. അപ്പോൾ ഇനി എൻ്റെ സ്വപ്നങ്ങളെ കുറിച്ച് ഞാൻ ഏകദേശം പറഞ്ഞു. എത്ര കാലം ജീവിക്കുന്ന നിൽക്കുന്ന കാലം സുന്ദരമായിട്ട് ജീവിക്കുക, സന്തോഷമായിട്ട് ജീവിക്കുക, ഓരോ നിമിഷവും ആസ്വദിച്ച് ജീവിക്കുക. നമ്മുടെ ജീവിതം വരുന്ന തലമുറക്ക് ഒരു മാതൃകയാവണം. നമ്മൾ നടന്നു പോകുന്ന കാൽപാദങ്ങൾ പതിച്ചു വെച്ച് അതിലൂടെ നമുക്ക് പുറകെ വരുന്ന ആളുകൾ, സാദി ഇന്ത്യ എന്ന് പറഞ്ഞ ഒരാളിവിടെ ജീവിച്ചിരുന്നു, അദ്ദേഹം മിണ്ടാപ്രാണികൾക്ക് ഭക്ഷണം കൊടുത്തിരുന്നു, വെള്ളം കൊടുത്തിരുന്നു, അദ്ദേഹം വൃദ്ധസദനങ്ങളിൽ പോയിരുന്നു, അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേകൾ ഇങ്ങനെ ആഘോഷിച്ചിരുന്നു. നമ്മുടെ മക്കളും പേരമക്കളൊക്കെ ഇതിങ്ങനെ പറയണം. അപ്പോൾ വരും തലമുറക്ക് ഒരു മാതൃകയായി ജീവിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. മനസ്സിലായില്ലേ? അസ്സലാമു അലൈക്കും. എന്നും ഞാനുണ്ടാകും കൂടെ. താങ്ക് യു.